യോഹന്നാന്റെ ശബ്ദവും സന്ദേശവും മറ്റു സുവിശേഷങ്ങളെക്കാൾ വ്യത്യസ്തമാണ്. നീ നിന്റെ കർത്താവും തമ്മിലുള്ള ഇരിപ്പ് വ്യത്യാസമാണെങ്കിൽ നിങ്ങളുടെ ശബ്ദം വ്യത്യാസമായിരിക്കും. നിങ്ങൾ ഗൂഗിളിലല്ല ഇരിക്കേണ്ടത്, ലൈബ്രറിയിലല്ല ഇരിക്കേണ്ടത്, അവൻ്റെ മാർവോട് ചേർന്നാണ് ഇരിക്കേണ്ടത്. ലോകത്തിന് ചെവി ചായ്ക്കുന്നവരല്ല, യേശുവിൻ്റെ മാർവോട് ചേർന്നിരിക്കുന്നവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. മണ്ണിൽ നിന്നതായ ജനത്തിന് കാണാൻ കഴിയാത്തത്, സ്തോത്രം, സിനായ് മലയുടെ പീക്കിൽ, സിനായ് മലയുടെ ഉയരത്തിൽ കയറിയപ്പോൾ മോശ കുറച്ചുകൂടെ കണ്ടത്. സ്തോത്രം, സൃഷ്ടിയുടെ ആരംഭം മുതൽ കണ്ടു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം കൂടുതൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മോശ കണ്ടത്, സ്തോത്രം, സൗദി അറേബ്യയിലെ സിനായ് മലയുടെ കൊടുമുടിയിൽ നിന്നാണ് മോശ കണ്ടത്. പക്ഷെ യോഹന്നാൻ കണ്ടത് ഭൂമിയിൽ നിന്നല്ല, ഏതോ കൊടുമുടിയിൽ നിന്നല്ല. വെളിപ്പാട് പുസ്തകം 4:1 ഇവിടെ കയറി വരുവീൻ എന്ന ശബ്ദത്തിൽ സ്വർഗത്തിൽ കയറ്റി ഇരുത്തിയിട്ടാണ് കർത്താവ് കാണിച്ചത്. അപ്പോൾ മോശ കാണാത്ത റേഞ്ചിൽ ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. മോശ കാണാത്ത റേഞ്ചിൽ യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ എഴുതിയത് സൃഷ്ടിയുടെ ആരംഭം മുതലല്ല എഴുതിയത്, സൃഷ്ടിക്ക് മുമ്പുള്ളതായ കാര്യം യോഹന്നാൻ കണ്ടു. അതാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം, സ്തോത്രം, ദൈവമായിരുന്നു. നോക്കിയേ, ഒരിക്കൽ കൂടെ, എത്രത്തോളം ആത്മാവിൽ നിങ്ങൾ ഉയരുന്നോ, ഞാൻ പറയുന്ന പേഴ്സിൽ വെയിറ്റ് വെക്കുന്നതല്ല, ഞാൻ പറയുന്നത് പ്രോപ്പർട്ടി വർദ്ധിക്കുന്നതല്ല, പകരം ആത്മാവിൽ എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം കൂടുതൽ ദൈവത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. ദൈവകൃപയാൽ ഇല്ലാത്ത സമയമുണ്ടാക്കി നിങ്ങൾ ഉയർന്നേ പറ്റത്തുള്ളൂ.